ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ വചനത്തെ ധ്യാനിച്ച് വിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ വിശുദ്ധിയിൽ കാത്തുകൊള്ളണമേ. ആമീൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യേശു കൈകൾ വച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലർ ശിശുക്കളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. അവൻ അവരുടെ മേൽ കൈകൾ വച്ച ശേഷം അവിടെ നിന്ന് പോയി. നിങ്ങൾക്കത് കേട്ടപ്പോൾ മനസ്സിലായി കാണും, കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് ഈ സുവിശേഷ ഭാഗം. ഈശോ പറയുകയാണ്, കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വരട്ടെ. കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കളായിരിക്കാം ഈശോയെ തേടി വന്നപ്പോൾ അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങളെ മുമ്പോട്ട് കയറ്റി നിർത്താൻ നോക്കിയപ്പോൾ ശിഷ്യന്മാർ തടയുന്നു. അപ്പോൾ ഈശോ പറയുന്നു, അരുത്, അവരെ തടയരുത്, മുമ്പോട്ട് വരട്ടെ, സ്വർഗരാജ്യം അവരെ പോലെയുള്ളവർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന മാതാപിതാക്കൾ. ഈ ഭാഗം വായിക്കുമ്പോൾ കുഞ്ഞുനാളിൽ അമ്മ ഞങ്ങളുടെ പാറയപ്പള്ളിയിൽ കൊണ്ടുപോയി അടിമ വച്ചിരുന്നതാണ് ഓർമ്മ വരുന്നത്. വലിയ പള്ളികളിലൊക്കെ തിരുനാളുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളെ അടിമ വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണെന്നുള്ള ഭാവത്തോടെ, ഈശോയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണെന്നുള്ള ഭാവത്തോടെ കുഞ്ഞുങ്ങളെ, മുതിർന്നവരുമൊക്കെ അടിമ വയ്ക്കാറുണ്ട്. ഇതാണ് ഓർമ്മ വരുന്നത് ഈ ഭാഗം വായിക്കുമ്പോഴൊക്കെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ വചന ധ്യാനം കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന നേരത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ കൂടെ വിളിച്ചിരുത്തണം, അവരും കൂടെ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റ് പോകണ്ട, നിങ്ങളും കൂടെ കേൾക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. കുടുംബം ഒരുമിച്ചിരുന്ന് കേൾക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്ന, കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾ അധികമായി കേൾക്കേണ്ട കാര്യങ്ങൾ. കുട്ടികളെ ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുവരിക. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ആകെ തുക മുഴുവനും കൂടി കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ: കുട്ടികളെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരിക. കുട്ടികളെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നാൽ, അവൻ്റെ കാൽ കീഴിലിട്ട് വളർത്തിയാൽ, അവൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി അവരെ വളർത്തിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ, 5 ഗുണങ്ങൾ ഞാൻ പറയാം. കുട്ടികൾ ഈശോയുടേതായി വളർന്നാൽ, കുട്ടികളെ ഈശോയുടെ പക്കലിട്ട് വളർത്തിയാൽ ഉണ്ടാകുന്ന 5 ഗുണങ്ങൾ പറയാം. ഒന്നാമത്തത്, ഈ കുഞ്ഞുങ്ങൾ സ്നേഹത്തിൽ വളരും. ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾ, ഈശോയെ കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾ സ്നേഹത്തിൽ വളരും. നമ്മുടെ കാലത്തിന് അത് അത്യാവശ്യമാണ്. ഈ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി കഴിഞ്ഞിട്ട് എത്രയധികം തിന്മയുടെ പ്രവർത്തനങ്ങൾ അവരുടെ നേരെ ഉണ്ടായാലും, എത്ര വലിയ അതിക്രമങ്ങൾ അവരുടെ നേരെ ഉണ്ടായാലും, എത്ര വലിയ ആക്രോശങ്ങളും പരിഹാസങ്ങളും അവരുടെ നേരെ ഉണ്ടായാലും അവരുടെ സ്നേഹം കെട്ടുപോകില്ല. സാധാരണ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നത്, ഇങ്ങോട്ട് സ്നേഹം കിട്ടിയാൽ അങ്ങോട്ടും സ്നേഹം കൊടുക്കും. അത് ലോകത്തിൻ്റെ നിയമമാണ്. ഇങ്ങോട്ട് സ്നേഹം കിട്ടിയാൽ അങ്ങോട്ട് സ്നേഹം കൊടുക്കും. പക്ഷേ ഈശോയുടെ കൂടെ വളരുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ പ്രത്യേകത, അവരിലെന്നും ഈ സ്നേഹത്തിൻ്റെ ചിരാത്, ഈ ചെറിയ വെളിച്ചം കെടാതെ നിൽക്കും. ചുറ്റുമുള്ള സാഹചര്യം എങ്ങനെയായാലും ഈ കുഞ്ഞുങ്ങൾ സ്നേഹിക്കുക തന്നെ ചെയ്യും. സ്നേഹത്തിൻ്റെ ഒരു വിത്ത് ഇവർ ഹൃദയത്തിൽ കൊണ്ട് നടക്കും. ഇവരെവിടെയായിരുന്നാലും ആ സ്നേഹത്തിൻ്റെ വിത്തിടും. അത് ക്ലാസ് മുറിയിലായിക്കോട്ടെ, വളർന്നു വലുതായി ജോലി കിട്ടുമ്പോൾ ജോലിയിടങ്ങളിലായിക്കോട്ടെ, അവരുടെ സ്ഥാപനങ്ങളിലായിക്കോട്ടെ, അവർ സ്നേഹത്തിൻ്റെ വിത്തിടും. അപ്പോൾ കുഞ്ഞുങ്ങളെ ഈശോയുടേതാക്കി വളർത്തുക, ഈശോയുടെ പക്കലേക്ക് കുട്ടികളെ കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോയാലുള്ള ഒന്നാമത്തെ ഗുണമാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങൾ സ്നേഹത്തിൽ വളരും. കുട്ടികൾ സ്നേഹത്തിൽ വളരും. രണ്ടാമത്,
ഈ കുട്ടികൾ ദൈവശക്തിയിൽ വളരും. ഇത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഈ കുട്ടികൾ ദൈവശക്തിയിൽ വളരും. അതായത് ജീവിതം പല നേരങ്ങളിലും തങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ലല്ലോ എന്ന തിരിച്ചറിവിൽ നിരാശരായി പലരും ഇരുന്നു പോകുന്ന നേരത്ത് ഈ കുഞ്ഞുങ്ങൾ തളരില്ല. കാരണം ഇവർക്ക് നല്ല ബോധ്യമുണ്ട്, ശക്തനായവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ആ ശക്തി ഈ കുഞ്ഞുങ്ങളിൽ കാണും. നിങ്ങൾ ചില കുട്ടികളെ കണ്ടിട്ടില്ലേ? വലിയ പ്രാർത്ഥനയിലും ദൈവശരണത്തിലും ഒക്കെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ. അവർ നേരെ നിൽക്കും എവിടെയാണെങ്കിലും. കാരണം അവർക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരപ്പനുണ്ട്, സർവശക്തനായ ഒരു ദൈവം ഞങ്ങൾക്ക് കൂടെയുണ്ട് എന്ന ഉറപ്പ് ഇവർക്കുണ്ട്. ഇവർ തിരിച്ചറിയും, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ശക്തി ചോർന്നു പോയാലും, ബാങ്ക് ബാലൻസ് തീർന്നു പോയാലും, അപ്പൻ്റെ ആരോഗ്യം ഇല്ലാണ്ടായി പോയാലും ഞങ്ങൾ തളരത്തില്ല. പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ? ഇന്ന് പല കുഞ്ഞുങ്ങളും ആശ്രയം വെച്ചിരിക്കുന്നത് അപ്പൻ്റെ അമ്മയുടെയും കഴിവിലൊക്കെ. അത് കണ്ടാണ് വളർന്നു വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മാതാപിതാക്കൾ ഒരാൾ ഈ രാവ് വെളുപ്പിച്ചില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഇല്ലാണ്ടായി പോകില്ലേ? അവർ വലിയ നിരാശരായി പോകില്ലേ? അവരോട് പറഞ്ഞു കൊടുക്ക്, നിങ്ങൾ ശക്തി കണ്ടെത്തേണ്ടത്, നിങ്ങൾ നേരെ നിൽക്കേണ്ടത് ഞങ്ങളെ നോക്കിയിട്ടല്ല, നമ്മുടെ കുടുംബ പാരമ്പര്യം നോക്കിയിട്ടല്ല, നിങ്ങളുടെ കഴിവ് കണ്ടിട്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കാൻ പറ. ദൈവശക്തിയിൽ വളരാൻ പറയണം കുഞ്ഞുങ്ങളോട്. അത് ഈശോയെ കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾക്കേ പറ്റൂ. ഈശോയുടെ കൂടെ കളിക്കുന്ന, ഈശോയുടെ കൈ പിടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആ ശൈലി കിട്ടും. ഒന്നാമത്, അവർ ദൈവസ്നേഹത്തിൽ വളരും. സ്നേഹത്തിൻ്റെ വിത്ത് കൊണ്ട് നടക്കുന്നവരാകും അവർ. എവിടെ പോയാലും ഈ സ്നേഹത്തിൻ്റെ വിത്ത് പാകും അവർ. രണ്ടാമത്, അവർ ദൈവശക്തിയിൽ വളരും. അവർക്ക് എപ്പോഴും വിശ്വാസമുണ്ടാകും, ഒരു അതിസ്വാഭാവിക ശക്തി ഞങ്ങളുടെ കൂടെയുണ്ടെന്ന്. ആ വിശ്വാസത്തിൽ അവർ മുന്നോട്ട് നടക്കും. മൂന്നാമത്തെ പ്രത്യേകത, ഈശോയുടെ പക്കലേക്ക് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോയാൽ അവർക്ക് കിട്ടാൻ പോകുന്ന മൂന്നാമത്തെ ഗുണം, മൂന്നാമത്തെ കാര്യം, ഇവർക്ക് പ്രത്യാശയുണ്ടാകും. പ്രത്യാശയിൽ വളരും. ഇന്നത്തെ കുട്ടികളുടെ, നമ്മുടെ കാലത്തെ കുട്ടികളുടെ വലിയ അപകടം, പരീക്ഷയ്ക്കൊരു മാർക്ക് കുറഞ്ഞു പോയാൽ പിന്നെ തീർന്നു, ഡസ്പായി പോവുകയാണ് പിള്ളേർ. ടീച്ചർ ഒന്ന് കാര്യമായിട്ട് വഴക്ക് പറഞ്ഞാൽ അതോടുകൂടി പിള്ളേർ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോവുകയാണ്. പെട്ടെന്ന് നിരാശ കവർന്നെടുക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ. പോരാ, പറ്റില്ല. പ്രത്യാശയിൽ വളരണം. ഇതും കടന്നു പോകുമെന്നും ഇതിനപ്പുറത്തൊരു നല്ല കാലം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ എനിക്ക് വേണ്ടി ഒരു പദ്ധതിയുണ്ടെന്നും അതെൻ്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ളതാണെന്നുള്ള വിശ്വാസത്തിൽ കുഞ്ഞുങ്ങൾ വളരും. അതാണ് പ്രത്യാശ. ഇതും കടന്നു പോകും, നല്ല കാലം വരും എന്ന പ്രത്യാശയിൽ കുഞ്ഞുങ്ങൾ വളരട്ടെ. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഈ കുഞ്ഞുങ്ങളെ എല്ലാ കാലവും വെയിലേൽക്കാതെ, മഴയേൽക്കാതെ, കാറ്റ് കൊള്ളാതെ പൊതിഞ്ഞു പിടിക്കാൻ മാതാപിതാക്കളെ നിങ്ങളെ കൊണ്ടാകുമോ? ഇല്ല, നിങ്ങളെ കൊണ്ടാകില്ല. ഇത് കഴിഞ്ഞിട്ട് ജീവിതത്തിൻ്റെ ഒരുപാട് പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് ചെന്ന് വീഴാനുള്ള കുട്ടികളാണ് ഇവർ. അതുകൊണ്ട് ഇപ്പോഴേ അവർക്ക് പറഞ്ഞു കൊടുക്ക്, പ്രത്യാശ പറഞ്ഞു കൊടുക്ക്. നിങ്ങളെ കൊണ്ടാകില്ലെങ്കിൽ ഈശോയുടെ പക്കലേക്ക് കുഞ്ഞുങ്ങളെ കൊടുക്ക്. ഈശോയെ കണ്ടവർ പഠിക്കട്ടെ. ഈ പ്രത്യാശയുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യം കൂടെ പറയാം. ഈശോയുടെ കൂടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ, ഈശോയെ കണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ വിശ്വസിച്ച് ജീവിക്കും. പ്രത്യാശയുടെ ഭാഗമാണ്. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞ കാര്യത്തിൻ്റെ പ്രത്യാശയുള്ള കുഞ്ഞുങ്ങളായിരിക്കും എന്നതിൻ്റെ ഭാഗമാണിത് കേട്ടോ. എന്താണത്? സ്വർഗത്തിൽ വിശ്വസിച്ച് ജീവിക്കും. സ്വർഗത്തെക്കുറിച്ച് ഇവർക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കും. ഇവരെത്ര വലിയ സഹനങ്ങൾ ഏറ്റെടുത്താലും ഇവർ പറയും, സ്വർഗം ഉണ്ടല്ലോ, സ്വർഗം കിട്ടുമല്ലോ എന്ന് പറയും. പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ സ്വർഗം ഒരു സംസാര വിഷയമായിരുന്നു. വല്യപ്പനും വല്യമ്മച്ചിയും ഒക്കെ കൊച്ചുമക്കളെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഈശോമ്പാട്ടി സ്വർഗത്തിലുണ്ട്, നമ്മളും സ്വർഗത്തിൽ ചെല്ലും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. നമ്മുടെ മാലാഖാമാരുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ സ്വർഗത്തെക്കുറിച്ച് വല്ല വർത്തമാനമുണ്ടോ? ആരും ഇപ്പോൾ സ്വർഗത്തെക്കുറിച്ച് പറയുന്നില്ല. സ്വർഗമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. നമ്മൾ എത്താൻ പോകുന്ന അവിടേക്കാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയിൽ കുഞ്ഞുങ്ങൾ വളരട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വളർന്നതെന്നുള്ളൊരു ടെസ്റ്റ് ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ ചുമ്മാ ഇന്ന് പിള്ളേരെ വിളിച്ചിരുത്തിയിട്ട് സ്വർഗത്തെക്കുറിച്ച് പറയണം. ചുണ്ടുകോടി ചിരിച്ച് പുച്ഛിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ വളരുന്നത് ഈശോയുടെ കൂടെ അല്ല കേട്ടോ. തിരുത്താൻ നേരമായി. പ്രത്യാശയിൽ കുഞ്ഞുങ്ങൾ വളരട്ടെ. അതായത് കുഞ്ഞുങ്ങൾ ഇനി വളർന്നങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ എത്ര വലിയ തിരമാലകൾ ഉയർന്നു പൊങ്ങിയിട്ട് ഈ കുഞ്ഞുങ്ങളുടെ ജീവിത വഞ്ചി ആടി ഉലഞ്ഞാലും ഈ കുഞ്ഞുങ്ങൾ പറയും, ഞങ്ങൾ മുന്നോട്ട് പോകും, വി ബിലീവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രത്യാശിക്കുന്നു എന്നീ കുഞ്ഞുങ്ങൾ പറയും. അങ്ങനെ വളർത്തണം കുഞ്ഞുങ്ങളെ. നാലാമത്തെ കാര്യം, ഈശോയിൽ വളർത്തിയാലുള്ള ഗുണം. നാലാമത്തെ ഗുണം,
ഈ കുട്ടികൾ, അങ്ങനെ വളരുന്ന കുട്ടികൾ ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവന്ന് ഈശോ വളർത്തുന്ന, ഈശോയെ കണ്ടുപഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ നാലാമത്തെ പ്രത്യേകത, ഈ കുഞ്ഞുങ്ങൾ ശുശ്രൂഷയിൽ വളരും, സർവീസിൽ വളരും, ചാരിറ്റിയിൽ വളരും, സേവനത്തിൽ വളരും. ഇന്നത്തെ കുഞ്ഞുങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വലിയ പാടാ. കാരണം സ്വന്തം കാര്യം സിന്ദാബാദ് എന്നുള്ളത് ഈ കാലത്തിന്റെ മുദ്രാവാക്യമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഈശോയെ കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾ ശുശ്രൂഷ ചെയ്യും. അത് വീട്ടിൽ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഉണ്ടെങ്കിൽ അതുങ്ങൾക്ക്, അല്ലെങ്കിൽ അപ്പാപ്പനും അമ്മാമ്മയും ഉണ്ടെങ്കിൽ അതുങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം സ്നേഹത്തോടെ കൊണ്ട് കൊടുക്കാൻ ഈശോയെ കണ്ടു പഠിച്ച പിള്ളേർക്കേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രിക്റ്റ് ഓർഡർ ഇട്ട് നോക്ക്, ഒരു ദിവസം കൊടുക്കും, അടുത്ത ദിവസം കൊടുക്കില്ല. പക്ഷെ ഈശോയെ കണ്ടു പഠിച്ച പിള്ളേരാണെങ്കിൽ അങ്ങനെ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരെ, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാര്യം ചിന്തിക്കേണ്ട. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്തുകൊള്ളുക. കാലം കുറെ കഴിയുമ്പോൾ നിങ്ങൾക്കും ജരാന്തരകൾ ഉണ്ടാകും, വാർദ്ധക്യം നിങ്ങളെയും കീഴടക്കും. അന്ന് നിങ്ങളും കിടക്കും. അന്ന് നിങ്ങൾ ഇന്ന് വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തരണമെങ്കിൽ, നിങ്ങളെ ഒന്ന് കെയർ ചെയ്യണമെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഇന്ന് ഈശോയിൽ വളർത്തണം. ശുശ്രൂഷ ചെയ്യാൻ പഠിക്കും. അതായത് ഇവരുടെ മനോഭാവം, ആത്യന്തിക മനോഭാവം, എല്ലാം ദൈവം തന്ന ദാനമാണ്. എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ കഴിവുകൾ ഒക്കെ ദൈവം തന്ന ദാനമാണ്. അത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന ചിന്ത ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകും. ഈശോയെ കണ്ടു പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവരപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഈ ഗുണമുണ്ടാകും. അഞ്ചാമത്തെ ക്വാളിറ്റി, ഈ കുട്ടികളുടെ അഞ്ചാമത്തെ ക്വാളിറ്റി, ഇതും ഈ കാലത്ത് വളരെ അത്യാവശ്യമാണ്. അത് സമാധാനമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരും. ഹൃദയത്തിൽ സമാധാനം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് ഈ കുഞ്ഞുങ്ങൾ വളരും. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് സമാധാനം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. നിങ്ങൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ, ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ, ഒരു ബസ് കാത്തു നിൽക്കുമ്പോൾ, നിങ്ങളുടെ ട്രെയിനോ ഫ്ലൈറ്റോ ബസ്സോ ഒരു 15 20 അരമണിക്കൂറോ ലേറ്റ് ആയാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ റിയാക്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? അവർ റെസ്റ്റ്ലെസ് ആകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് ആന്തരിക സമാധാനം ഇല്ല. വല്ലാണ്ട് ഹൈപ്പർ ആക്റ്റീവായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുന്നുണ്ടെങ്കിൽ, എങ്ങും അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ചുറ്റുമുള്ള കാര്യങ്ങളോടൊന്ന് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ, അതായത് വീട്ടിൽ കറണ്ട് പോയിട്ട് നേരം കുറെ കഴിഞ്ഞിട്ടും കറണ്ട് വരുന്നില്ല, കുട്ടികൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്തെന്നറിയാമോ? ഈ ആന്തരിക സമാധാനം ഇല്ല. ഈശോയിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ആന്തരിക സമാധാനം കിട്ടൂ. കാരണം ഈശോ സമാധാനത്തിന്റെ രാജാവാണ്, കിങ് ഓഫ് പീസ്. അവൻ പിറന്നു വീണപ്പോൾ മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, പീസ്. ഒടുവിൽ കുരിശുമരണ ഉദ്ധാനങ്ങൾക്ക് ശേഷവും അവൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് സമാധാനം. ഈശോയുടെ കൂടെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ സമാധാനം അനുഭവിക്കാൻ പറ്റും. ക്ലാസ്സിലെ കുട്ടികൾ 2 വാക്ക് മോശമായിട്ട് പറഞ്ഞാലും ഈ കുഞ്ഞുങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവരുടെ ഉള്ളിൽ ആന്തരിക സമാധാനമുണ്ട്. വീട്ടിൽ അല്പം ബഹളം കൂടിയാലും ഈ കുഞ്ഞുങ്ങൾ അസ്വസ്ഥരാകില്ല. കാരണം ഇവരുടെ ഉള്ളിൽ ആന്തരിക സമാധാനമുണ്ട്. ഈ 5 കാര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ വളരും. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണെന്ന് ഓർത്തേക്കുക. ഈശോയുടെ കുട്ടികളായി ഇവരെ വളർത്തിയാൽ ഉള്ള ഗുണമാണ് ഈ 5 കാര്യങ്ങൾ. ഒന്നാമത്, കുട്ടികൾ സ്നേഹത്തിൽ വളരും. 2, ദൈവശക്തിയിൽ വളരും. 3, പ്രത്യാശയിൽ വളരും. 4, ശുശ്രൂഷയിൽ വളരും. 5, അവർ സമാധാനത്തിൽ വളരും. അങ്ങനെ ഒരു വളർച്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകട്ടെ. പക്ഷേ അല്പം ഖേദത്തോടെ, വിഷമത്തോടെ ഞാൻ പറയട്ടെ, അപ്പനമ്മമാർ കുഞ്ഞുങ്ങളെ ഈശോയുടെ പക്കലേക്ക് കൊണ്ടുപോയാലേ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ. ഇന്ന് പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ ഈശോയിലേക്ക് കൊണ്ടുപോകാൻ മടിക്കുന്നുണ്ട്. പല മാതാപിതാക്കളും കുട്ടികളെ ഈശോയുടെ പക്കലേക്ക് നയിക്കുന്നില്ല, ഗൈഡ് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. ആ കാരണങ്ങൾ കൂടി ഞാനിന്ന് പറയാൻ പോവുകയാണ്. കാരണം നിങ്ങൾ ഇതിനകത്ത് ഏത് ഗണത്തിൽപ്പെടുന്ന മാതാപിതാക്കളാണെന്ന് ആത്മശോധന ചെയ്യാൻ നേരമായി. ഒന്നാമത്തെ ഗണം, ഇവർക്ക് ഈശോയെക്കുറിച്ച് അറിയത്തില്ല. ഈ മാതാപിതാക്കൾക്ക് ഈശോയെക്കുറിച്ച് അറിയത്തില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈശോയിലേക്ക് എത്തിക്കുന്നത്? എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആരും ആ ഗണത്തിലില്ല. പക്ഷെ ഇന്നും ഒരുപാട് മാതാപിതാക്കൾ അങ്ങനെയുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അവരിലേക്ക് കൂടി ഈശോയെ എത്തിക്കുക എന്നുള്ളത്. അതായത് ഈശോയെക്കുറിച്ച് അറിയാത്ത മാതാപിതാക്കൾ മക്കളെ ഈശോയിലേക്ക് എത്തിക്കാൻ കഴിയാതെ നിന്നു പോകുന്നു. അങ്ങനെ ഒരു ഗണമുണ്ട്. ആ കുട്ടികൾ ഇനി എന്ന് ഈശോയെ അറിയും, ഈശോയുടെ പക്കലേക്ക് വരും. രണ്ടാമത്തെ ഒരു ഗണമുണ്ട് മാതാപിതാക്കൾ. ഇവർക്ക് ഈശോയെ അറിയാം, പക്ഷേ കുഞ്ഞുങ്ങളെ ഈശോയിലേക്ക് നയിക്കാൻ അതിനെക്കുറിച്ച് ഇവർ ഒട്ടും കൺസേൺഡ് അല്ല.
കുഞ്ഞുങ്ങളെ ഈശോയിലേക്ക് നയിക്കണോ? ഈ വിശ്വാസം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതിനെക്കുറിച്ചൊന്നും ഇവർക്ക് വലിയ ചിന്തയൊന്നുമില്ല. ഇവർക്ക് കുറച്ച് വിശ്വാസമൊക്കെ ഉണ്ട്. പള്ളി കാണുമ്പോൾ ഇപ്പോഴും കുരിശ് വരയ്ക്കും, കുർബാനയെ കുറച്ചൊക്കെ ഭക്തിയോടൊക്കെ നിൽക്കും. പക്ഷേ ഇതുപോലെ ഞങ്ങൾക്ക് കിട്ടിയ വിശ്വാസം ഇതുപോലെ കുഞ്ഞുങ്ങൾ കൊടുക്കണോ എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് അത്ര അങ്ങോട്ട് തീർച്ചയില്ലാത്തൊരു രണ്ടാമത്തെ ഗണമുണ്ട്. ഒന്നാമത്തെ ഗണം ഈശോയെക്കുറിച്ച് അറിയത്തില്ല, അതുകൊണ്ട് കൈമാറുന്നില്ല. രണ്ടാമത്തെ ഗണം ഈശോയെക്കുറിച്ച് അറിയാം, പക്ഷേ ഇത് കൈമാറി കൊടുക്കേണ്ടത് വലിയ ആവശ്യമായിട്ട് തോന്നുന്നില്ല. മൂന്നാമത്തെ ഗണം ഒരുപക്ഷെ നമ്മളിൽ മജോറിറ്റി ഭൂരിപക്ഷവും ഈ മൂന്നാമത്തെ ഗണത്തിൽ വരാനാണ് സാധ്യത. മൂന്നാമത്തെ ഗണം ഈശോയെക്കുറിച്ച് അറിയാം, ഈശോയെക്കുറിച്ച് നന്നായിട്ട് അറിയാം, ദൈവിക അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇത് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടതാണെന്നും അറിയാം, പക്ഷേ അതിനുവേണ്ടി ഒരു പെയിൻ എടുക്കില്ല. അതായത് ഈ നമുക്കുള്ള വിശ്വാസമുണ്ടല്ലോ, നമുക്കുള്ള ഈ വിശ്വാസം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ കുറച്ച് പെയിൻ നമ്മൾ എടുക്കണം. അതെങ്ങനെയാണ്? രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പള്ളിയിൽ പോകണം, മെനക്കേടാണ്, അതുകൊണ്ട് നമ്മൾ അതങ്ങ് വേണ്ടെന്ന് വെച്ചു. അല്ലെങ്കിൽ ഇനി മുതൽ ഞായറാഴ്ച രാവിലെകളിൽ കുട്ടികളെ സൺഡേ സ്കൂളിൽ കൊണ്ടുപോയി വിടണം, തിരികെ കൊണ്ടുവരണം, മെനക്കേടാണ്, അതുകൊണ്ടത് വേണ്ടെന്ന് വെച്ചു. എല്ലാ ദിവസവും വൈകുന്നേരം ഞാനും കൂടെ ഇരുന്ന് കുഞ്ഞുങ്ങളുടെ ഒപ്പം കൊന്തയിലി പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങൾക്ക് ഈ വിശ്വാസം കൈമാറണമെങ്കിൽ, കുട്ടികൾ ഈശോയിലേക്ക് എത്തണമെങ്കിൽ, അതെനിക്ക് മെനക്കേടാണ്, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ വേണ്ടെന്ന് വെക്കുന്ന മാതാപിതാക്കളുണ്ട്. അവർക്ക് ഈശോയെ അറിയാം, ദൈവിക അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇത് കൈമാറേണ്ടതാണെന്നും അറിയാം, പക്ഷേ ഈ കൈമാറുന്ന പ്രക്രിയയിൽ ഞാൻ കുറച്ച് പെയിൻ എടുക്കണം, ഞാൻ കുറച്ച് ത്യാഗം സഹിക്കണം, ഞാൻ കുറച്ച് കഷ്ടപ്പെടണം, അതിന് സൗകര്യമില്ല. അതിന് സൗകര്യമില്ലാത്തതുകൊണ്ട് ഈ പണി അങ്ങ് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? നിങ്ങൾ ഒരു പക്ഷേ ആ ഗണത്തിലുള്ളവരാണെങ്കിൽ അതിനെ ഗൗരവമായിട്ട് എടുക്കണേ. ഇനി ഒടുവിലത്തെ ഗ്രൂപ്പ്, നാലാമത്തെ ഗ്രൂപ്പ് മാതാപിതാക്കൾ. ഇതാണ് ഏറ്റവും അപകടം പിടിച്ച ചിന്താഗതി. കുഞ്ഞുങ്ങളെ ഈശോയിലേക്ക് നയിക്കാതെ വളർത്തുന്ന മാതാപിതാക്കളിൽ ഏറ്റവും അപകടം പിടിച്ച ചിന്താഗതി ഈ ഗ്രൂപ്പിൻ്റെതാണ്. ശ്രദ്ധയോടെ ഇത് കേൾക്കണം. ഈ ഗ്രൂപ്പിൻ്റെ അപകടം, ഇവർ ചിന്തിക്കുന്നത്, ഇവർ വളരെ താത്വികമായിട്ട് സംസാരിച്ച് കളയും. ഇവർ പറയുന്നത് കുഞ്ഞുങ്ങൾ തീരുമാനിക്കട്ടെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന്. അവർ വളർന്നു വരുമല്ലേ, അവർ വളർന്നു വന്നിട്ട് അവർ തീരുമാനിക്കട്ടെ ഈശോയിൽ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത്. നമ്മളതൊക്കെ ഇടപെട്ട് അവർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലല്ലേ? അതുകൊണ്ടത് പാടില്ല. കുഞ്ഞുങ്ങൾ വളർന്നു വരട്ടെ, പ്രായപൂർത്തിയാകുമ്പോൾ കുഞ്ഞുങ്ങൾ തീരുമാനിക്കും വിശ്വസിക്കണോ വേണ്ടയോ, പള്ളി പോകണോ വേണ്ടയോ, കുർബാനയിൽ കൂടണോ വേണ്ടയോ, കൊന്ത ചെല്ലണോ വേണ്ടയോ. കുഞ്ഞുങ്ങൾ തീരുമാനിക്കട്ടെ, ഞാൻ അവരെ ബഹുമാനിക്കുന്നു, എൻ്റെ കുട്ടികളെ ഞാൻ ബഹുമാനിക്കുന്നു, അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു എന്നൊക്കെ വലിയ വായിൽ വർത്തമാനം പറയുന്ന മാതാപിതാക്കളുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അങ്ങനെ ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പിറന്ന നാൾ മുതൽ നല്ല ഭക്ഷണം നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ, അത് അവർ തീരുമാനിച്ചതാണോ, കുട്ടികൾ തീരുമാനിച്ചതാണോ? അല്ല, നിങ്ങൾ തീരുമാനിച്ചു ഇതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല ഭക്ഷണം, ഇത് കുഞ്ഞുങ്ങൾ കൊടുക്കാം. അത് കുഞ്ഞുങ്ങളുടെ വായിൽ വെച്ച് കൊടുത്തു. നിങ്ങളുടെ കുട്ടികൾ ധരിച്ച വസ്ത്രം, ഇപ്പോൾ ധരിക്കുന്ന വസ്ത്രം എല്ലാം കുട്ടികൾ തീരുമാനിച്ചതാണോ? അല്ല, നിങ്ങൾ തീരുമാനിച്ചു ഇതാണ് എൻ്റെ കൊച്ചിന് ചേരുന്നത്, ഇതാണ് ഈ പ്രായത്തിൽ ഇടേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചു കൊടുത്തു കുഞ്ഞുങ്ങൾ ഇത് ധരിക്കണം. പിന്നെ എന്തുകൊണ്ടാ ഏറ്റവും മികച്ചത്, ഏറ്റവും നല്ലത് കൊടുക്കാൻ മടിക്കുന്നത്, ദൈവത്തെ കൊടുക്കാൻ മടിക്കുന്നത്? അരുത്, അത് ചെയ്യരുത്. ഈശോയെ കുഞ്ഞുങ്ങൾ കൊടുക്കുക, കുഞ്ഞുങ്ങളെ ഈശോയിലേക്ക് നയിക്കുക. പ്രിയമുള്ളവരെ, ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കുഞ്ഞുങ്ങളെ ഈശോയിലേക്ക് കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന മെച്ചം 5 കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് കുഞ്ഞുങ്ങളെ ഈശോയിലേക്ക് കൊണ്ടുവരാത്ത മാതാപിതാക്കളെ കുറിച്ചാണ്. 4 കാരണങ്ങൾ കൊണ്ട് അങ്ങനെ കൊണ്ടുവരാത്ത മാതാപിതാക്കൾ ഉണ്ടാകുന്നുണ്ട് എന്നുകൂടി പറഞ്ഞു. ഇനി ഒരു കാര്യം ഞാൻ മാതാപിതാക്കളോട് പറയട്ടെ. ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ പേരൻസ്, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ്. പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങൾക്ക് ദൈവം ഒരു കൊച്ചിനെ തന്നപ്പോൾ, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികളെ ഇപ്പോൾ ഓർത്തു. നിങ്ങൾക്ക് ദൈവം 1, 2, 3 കുഞ്ഞുങ്ങളെ തന്നപ്പോൾ ദൈവം നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞെന്തെന്നറിയാമോ? ദൈവം നിങ്ങളോട് പറയുകയായിരുന്നു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നുവെന്ന്. എങ്ങനെ? ഈ കൊച്ചിനെ, ഞാൻ സമ്മാനമായി തരുന്ന ഈ കൊച്ചിനെ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും എൻ്റേതാക്കി നീ വളർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു. ദൈവം നിനക്ക് തന്ന സമ്മാനമാണ് നിന്റെ മകൻ, നിന്റെ മകൾ. ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്ക്, അപ്പോൾ ദൈവം പറയുന്നത് നിനക്ക് കാണാൻ പറ്റും, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വാസത്തെ തകർത്ത് കളയരുതേ. കൊച്ചിനെ ദൈവത്തിൻ്റെതാക്കി വളർത്തുമെന്ന ദൈവത്തിൻ്റെ വിശ്വാസത്തെ തകർത്ത് കളയരുതേ. കുഞ്ഞുങ്ങളെ ഈശോയെ കാണിച്ച് വളർത്ത്, ഈശോയിലേക്ക് കൊണ്ടുപോയി വളർത്ത്. അങ്ങനെ വളർത്തിയാൽ അവസാനം ഈശോയെ പോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും വളർന്നു വരും. എങ്ങനെയെന്നറിയാമോ? ലൂക്കാ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ പ്രായത്തിലും
ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. എങ്ങനെയാണ്? അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഈശോയുടെ വളർച്ചയെക്കുറിച്ചുള്ള സൂചനയാണിത്. ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ വേഗം ഉത്തരം പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരം പറഞ്ഞു. വളർച്ച നല്ലതാണോ? എല്ലാ വളർച്ചയും നല്ലതാണോ അല്ലയോ? അതാണ് ഉത്തരം പറയേണ്ടത്. അല്ലെങ്കിൽ നല്ലതല്ലാത്ത ഒരു വളർച്ചയുടെ പേര് പറയാവോ? നല്ലതല്ലാത്ത ഒരു വളർച്ചയുടെ പേര് പറയാവോ? നല്ലതല്ലാത്ത വളർച്ചയുടെ ഉദാഹരണമാണ് എന്ത്? ക്യാൻസർ. ക്യാൻസർ ഗ്രോത്താണ്, വളർച്ചയാണ്. പക്ഷേ ആ വളർച്ച നാശത്തിനുള്ള വളർച്ചയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരുന്നുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച ക്യാൻസറസ് ഗ്രോത്താണ്. എല്ലായിടത്തേക്കും ഒരുപോലെ വളരാൻ പറ്റുന്നില്ല. ചിലയിടം മാത്രം മുഴച്ചു വരികയാണ്. അത് അപകടം പിടിച്ച വളർച്ചയാണ്. ഈശോയുടെ വളർച്ചയുടെ ഗുണം ഇൻ്റഗ്രൽ ഗ്രോത്ത്, സമഗ്രമായ വളർച്ച. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രായത്തിൽ ഈശോ വളർന്നു. എന്താണെന്ന് അറിയാമോ? ഫിസിക്കൽ കോഷ്യന്റ്. അവൻ ശാരീരികമായി വളർന്നു. കുട്ടികൾ വളരട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം, ശാരീരികമായി വളരണം, നല്ല ഭക്ഷണം കഴിക്കണം, എക്സസൈസ് ഒക്കെ ചെയ്യണം. ഫിസിക്കൽ കോഷ്യന്റ് PQ, ശാരീരികമായുള്ള വളർച്ച ഈശോയ്ക്കുണ്ടായിരുന്നു. രണ്ടാമത്തത് ജ്ഞാനത്തിൽ വളർന്നു. IQ, ഇൻ്റലക്ച്വൽ കോഷ്യന്റ്. നമ്മുടെ കുഞ്ഞുങ്ങളും വളരണം, ബുദ്ധിയിൽ വളരണം, പഠിക്കണം, വളർച്ചയുണ്ടാകണം. സംശയമില്ല, ഈശോയ്ക്ക് ഈ രണ്ട് വളർച്ചയുണ്ടായിരുന്നു. PQ, IQ, ഫിസിക്കൽ കോഷ്യന്റ്, ഇൻ്റലക്ച്വൽ കോഷ്യന്റ്. അടുത്തത് ദൈവപ്രീതിയിൽ വളർന്നു. എന്താണെന്നറിയാമോ? ഡിവൈൻ കോഷ്യന്റ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയത വളരണമെന്നേ. അവർ ഈ ബാഗ് തൂക്കിയിട്ട് സ്കൂളിലേക്ക് പോയി അവരുടെ അറിവ് കൂട്ടിയ കൂട്ടത്തിൽ അവരുടെ ആത്മീയത വളർന്നോ? അത് ചോദിക്കണം. ഡിവൈൻ കോഷ്യന്റ് അത് സംഭവിക്കണം. ഒടുവിൽ മനുഷ്യപ്രീതിയിൽ വളർന്നു. ഒരു സോഷ്യൽ കോഷ്യന്റ്, സാമൂഹിക ഇടപെടലിൽ വളരണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടായിരിക്കാം, ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരിക്കും, പക്ഷേ മനുഷ്യരോട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഇടപെടാൻ അറിഞ്ഞുകൂടാ. പോയില്ലേ? ഇതാണ് ക്യാൻസറസ് ഗ്രോത്ത്. ഒരു വശത്തേക്ക് മാത്രമേ വളർച്ചയുള്ളൂ. സമഗ്രമായ വളർച്ച ഉണ്ടാകണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഫിസിക്കൽ കോഷ്യൻ നന്നായിട്ടുണ്ടായിരിക്കാം, നല്ല ആരോഗ്യവും ശരീരവും ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ പ്രാർത്ഥിക്കില്ല, ദൈവത്തെ വിളിക്കില്ല. പോയില്ലേ? സമഗ്രത ഉണ്ടാകണം. വളർച്ചയിൽ സമഗ്രത ഉണ്ടാകണം. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈശോയിലേക്ക് കൊണ്ടുചെല്ലണേ. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം ഒന്ന് വായിക്കണം. 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ജാഗരൂകതയോടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ഈശോയെക്കുറിച്ച്. ഈശോയുടെ പക്കലേക്ക് കൊണ്ടുപോകണം. തടയരുത് കുഞ്ഞുങ്ങളെ ഈശോയുടെ പക്കൽ നിന്നും മാറ്റി നിർത്തരുത്. അങ്ങനെ വന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, കാലമേറെ കഴിയുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മക്കളെക്കുറിച്ചും ദൈവം സമ്മാനമായി തന്ന ആ കുഞ്ഞുങ്ങളെക്കുറിച്ചും ചരിത്രം എഴുതി വയ്ക്കും. എന്ത്? അവൻ അല്ലെങ്കിൽ അവൾ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നുവെന്ന്. അത് സംഭവിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.